കൈരളി ന്യൂസ്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ നിർണായക വിവരങ്ങൾ കൈരളി ന്യൂസിന്. ജയിൽ ചാട്ടത്തിന് ശേഷം ആദ്യം പോയത് പുതിയൊരു ഭാഗത്തേക്ക്. പള്ളിക്കുളത്തു നിന്നുള്ള CCTV ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചു. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി തെറ്റിയെന്ന് വ്യക്തമാകുന്നതാണ് ദൃശ്യങ്ങൾ. വിവരങ്ങളുമായി സന്തോഷുണ്ട്. സന്തോഷ്, പുതിയ ദൃശ്യങ്ങൾ ലഭ്യമായിരിക്കുകയാണ്. അതിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് വ്യക്തമാകുന്നത്? വിജി, ഈ കേസന്വേഷണത്തിൽ തന്നെ വളരെ നിർണായകമാകുന്ന ഒരു CCTV ദൃശ്യമാണ് ഇപ്പോൾ കൈരളി ന്യൂസിലൂടെ പുറത്തുവിടുന്നത്. അതായത് ഗോവിന്ദച്ചാമി ആദ്യം ജയിൽ ചാടിയതിനു ശേഷം റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് കണ്ണൂർ നഗരത്തിലേക്ക് പോകുന്നതിന് പകരം വഴി തെറ്റി നേരെ എതിർദിശയിൽ പുതിയതെരു ഭാഗത്തേക്കാണ് സഞ്ചരിക്കുന്നത്. ആ പുതിയതെരുവിലേക്ക് പോകുന്നതിന്റെ പള്ളിക്കുളം ഭാഗത്ത് നിന്നുള്ളതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ കൈരളി ന്യൂസിലൂടെ പുറത്തുവിടുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ കറുത്ത ഷർട്ടും കറുത്ത പാന്റുമാണ് വേഷം ധരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തലയിൽ ബാണ്ടക്കെട്ടുമുണ്ട്. അതിനുശേഷം പള്ളിക്കുളത്ത് നിന്നും മുന്നോട്ട് നടന്ന് വഴി തെറ്റി എന്ന് മനസ്സിലാക്കി തിരിച്ചു നടന്ന് വീണ്ടും ഈ ജയിലിന്റെ അതേ വശത്തുകൂടെ തന്നെ ജയിലിന് മുന്നിലൂടെ നടന്നാണ് പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 2 തവണ ജയിലിന്റെ ഈ പ്രധാന മുൻഭാഗത്തോടുകൂടി അങ്ങോട്ടും തിരിച്ചും ഗോവിന്ദച്ചാമി നടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും ഈ ജയിൽ ജീവനക്കാരുടെ വീഴ്ച ഒന്നുകൂടി ഈ അടയാളപ്പെടുത്തുന്ന ഒരു CCTV ദൃശ്യം കൂടി തന്നെയാണ് ഇത്. 2 തവണ ജയിലിന് മുന്നിലൂടെ പോയി എന്നുള്ളതാണ് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിനുശേഷം ഈ കറുത്ത ഷർട്ടും പാന്റും ധരിച്ചെത്തി വീണ്ടും പള്ളിക്കുത്ത് കൃഷ്ണമേനോൻ കോളേജിന് സമീപത്ത് മുന്നിലുള്ള റോഡിലൂടെ വലത്തോട്ട് കയറി അവിടെ നിന്നാണ് ആ ഷർട്ട് മാറി വൈറ്റ് കളറുള്ള വെള്ള കളറിലുള്ള ഷർട്ട് ധരിക്കുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള CCTV ദൃശ്യങ്ങളിൽ ഈ വെള്ള കളറിലുള്ള ഷർട്ട് ധരിച്ചതായാണ് കാണുന്നത്. അതിനുശേഷം അതായത് 2 തവണയാണ് ഗോവിന്ദച്ചാമിക്ക് വഴി തെറ്റിയത്. ഒന്ന് ആദ്യ തവണ പ്രധാനപ്പെട്ട റോഡ് തന്നെ തെറ്റി. അതായത് ദേശീയപാതയിൽ നിന്ന് നേരെ കണ്ണൂർ നഗരത്തിലേക്ക് പോകേണ്ടതിന് പകരം നേരെ എതിർദിശയിലാണ് ഗോവിന്ദച്ചാമി നടന്നു പോയത്. ഏറെ സമയം നഷ്ടപ്പെടാൻ, അതായത് ഗോവിന്ദച്ചാമി ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് സമയം നഷ്ടപ്പെടാൻ കാരണമായതും ഈ വഴി തെറ്റിയ സംഭവം തന്നെയാണ്. അതുകൊണ്ടാണ് നേരം വെളുക്കുന്നതിന് മുൻപായി റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ ഗോവിന്ദച്ചാമിക്ക് കഴിയാതെ പോയത്. ഈ കാര്യങ്ങൾ വ്യക്തമാകുന്ന ഗോവിന്ദച്ചാമി പോലീസിന് നൽകിയ മൊഴിയും ഇത് തന്നെയാണ്. അത് വ്യക്തമാകുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിജി, സന്തോഷ്, കൈരളി ന്യൂസിന് ലഭിച്ച ഈ ദൃശ്യങ്ങൾ അന്വേഷണത്തിന് നിർണായകമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും അന്വേഷണത്തിന് വളരെയധികം സഹായകരമാകുന്ന CCTV ദൃശ്യമാണ് ഇപ്പോൾ കൈരളി ന്യൂസിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അന്വേഷണ സംഘത്തിന് തീർച്ചയായും പ്രധാനപ്പെട്ട തെളിവായി അത് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഗോവിന്ദച്ചാമി എങ്ങോട്ടാണ് പോയത് എന്നുള്ളതിനെ സംബന്ധിച്ച തുടക്കത്തിൽ പോയതിനെ സംബന്ധിച്ച ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. ഈ സമയം എങ്ങനെയാണ് 4:30-ക്ക് ശേഷമാണ് ഗോവിന്ദച്ചാമി ജയിലിന്റെ മതിൽ ചാടിക്കടക്കുന്നത്. ഏതാണ്ട് 4:40 എന്ന് പറയുന്ന സമയത്താണ്. അതിനുശേഷം പിന്നീട് ഈ രണ്ടാമത്തെ CCTV പോലീസിന്റെ കയ്യിലുള്ള പ്രധാനപ്പെട്ട CCTV ദൃശ്യങ്ങളിൽ പതിയുമ്പോഴേക്കും സമയം ഏറെ വൈകിയിരുന്നു. അതായത് ആദ്യം ഈ ഗോവിന്ദച്ചാമി എതിർദിശയിലേക്ക് കുറെ ദൂരം, ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ ദൂരത്തോളം പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 4:30-ക്ക് ജയിൽ ചാടി 4:40-ന് ജയിലിന്റെ മതിൽ ചാടി. പിന്നീട് നമ്മളിപ്പോൾ പുറത്തുവിടുന്ന ഈ CCTV ദൃശ്യങ്ങളിലുള്ളത് ഏതാണ്ട് 5:50 സമയം. അതായത് ഏറെ സമയം വഴിതെറ്റി എതിർദിശയിൽ ഗോവിന്ദച്ചാമി സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. വിജി, ശരി, പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഒരിക്കൽ കൂടി കാണുക ഫസ്റ്റ് ഓൺ കൈരളി ന്യൂസ്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ നിർണായക വിവരങ്ങളാണ് കൈരളി ന്യൂസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ജയിൽ ചാട്ടത്തിന് ശേഷം ആദ്യം പോയത് പുതിയൊരു ഭാഗത്തേക്ക്. പള്ളിക്കുളത്ത് നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് കൈരളി ന്യൂസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി തെറ്റിയെന്ന് വ്യക്തമാകുന്നതാണ് ദൃശ്യങ്ങൾ. വഴി തെറ്റിയെന്ന് മനസ്സിലാക്കി ഗോവിന്ദച്ചാമി തിരിച്ച് നടക്കുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നുള്ള സമഗ്ര വിവരങ്ങളാണ് സന്തോഷ് കൂടി പങ്കുവച്ചത്.